Maxima and minima. ഒരു ഫംഗ്ഷൻ f of x. ആ ഫംഗ്ഷന്റെ ഗ്രാഫാണ് ഇത് വരക്കുന്നത്. ആ ഫംഗ്ഷൻ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കൂ. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷന്റെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഈ വാല്യൂ അല്ലേ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വാല്യൂ അല്ലേ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഈ പോയിന്റിൽ ഈ ഫംഗ്ഷന് അബ്സല്യൂട്ട് മാക്സിമ ഉണ്ടെന്ന് പറയും. അബ്സല്യൂട്ട് നമ്മൾ പറയാ ഈ പോയിന്റിൽ ഈ ഫംഗ്ഷന് അബ്സല്യൂട്ട് മാക്സിമം ഉണ്ട്. അതുപോലെ ഈ ഫംഗ്ഷന്റെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ഇതല്ലേ, ഈ ഒരു പോയിന്റ് അല്ലേ ഏറ്റവും ലോവസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഈ പോയിന്റിൽ ഈ ഫംഗ്ഷന് അബ്സല്യൂട്ട് മിനിമ ഉണ്ട് എന്ന് പറയും. അബ്സല്യൂട്ട് മിനിമ ഈ പോയിന്റിൽ ഉണ്ടെന്ന് പറയും. ഈ അബ്സല്യൂട്ട് മിനിമ എൻഡ് പോയിന്റിലും ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നോക്കൂ, ഈ പോയിന്റ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ട് ഇത് വരെ ഉണ്ടെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ വാല്യൂ ഇതാവൂലേ, അങ്ങനെ അബ്സല്യൂട്ട് മിനിമ ഇതാവൂലേ. അപ്പൊ എൻഡ് പോയിന്റിൽ ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഈ അബ്സല്യൂട്ട് മിനിമ ഈ വാല്യൂ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നിക്കുകയാണെങ്കിലോ, ഇവിടേക്ക് ഇതുവരെ ഉണ്ടെങ്കിലോ, അങ്ങനെയാണെങ്കിൽ അബ്സല്യൂട്ട് മിനിമ ഈ റൈറ്റ് എൻഡ് പോയിന്റ് ആവൂലേ. അപ്പൊ അബ്സല്യൂട്ട് മിനിമ ആവാൻ ചാൻസ് ഉള്ള പോയിന്റ് ഒന്നില്ലെങ്കിൽ ലെഫ്റ്റ് എൻഡ് പോയിന്റ് ആവാം. അപ്പൊ അബ്സല്യൂട്ട് മാക്സിമയും അബ്സല്യൂട്ട് മിനിമയും ഒന്നില്ലെങ്കിൽ ലെഫ്റ്റ് എൻഡ് പോയിന്റിലാവാം, അല്ലെങ്കിൽ റൈറ്റ് എൻഡ് പോയിന്റിലാവാം. അതും അല്ലെങ്കിൽ അബ്സല്യൂട്ട് മാക്സിമ ആണെങ്കിൽ അത് പറയുന്നത് മാക്സിമ. അബ്സല്യൂട്ട് മാക്സിമം ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ റൈറ്റ് എൻഡ് പോയിന്റിലാവാം, അല്ലെങ്കിൽ ലെഫ്റ്റ് എൻഡ് പോയിന്റിലാവാം, അല്ലെങ്കിൽ ഈ ഒരു ഈ ഷേപ്പിൽ നിൽക്കുന്ന, ഇതിനിപ്പോ മലയാളത്തിൽ റാ ഷേപ്പിൽ നിൽക്കുന്ന ഏതോ ഒരു ഭാഗത്തായിരിക്കാം. ഫോർ എക്സാമ്പിൾ ഈ ഗ്രാഫ് ഇതാ ഇങ്ങനെ ഉണ്ടായിരുന്നു വിചാരിക്ക്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഇതായിരിക്കൂലേ. അഥവാ ഒരു റാ ഷേപ്പിൽ നിൽക്കുന്ന ഒരു ഭാഗത്താവാനും ചാൻസ് ഉണ്ട്. അങ്ങനെ മൂന്ന് ഭാഗത്താണ് അബ്സല്യൂട്ട് മാക്സിമ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഒന്നില്ലെങ്കിൽ റാ ഷേപ്പിൽ നിൽക്കുന്ന, റാ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവാട്ടോ, ഈ ഷേപ്പൊക്കെ ആവേ കണ്ടോ. അപ്പൊ ഇങ്ങനെ ഈ ഭാഗം ഇങ്ങനെയാണെങ്കിലോ, കൂർത്ത ഭാഗമാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ റാ ഷേപ്പിലോ അല്ലെങ്കിൽ എ ഷേപ്പിലോ നിൽക്കുന്ന ഒരു ഭാഗമാവാം, അല്ലെങ്കിൽ റൈറ്റ് എൻഡ് പോയിന്റ് ആവാം, അല്ലെങ്കിൽ ലെഫ്റ്റ് എൻഡ് പോയിന്റ് ആവാം. ഇത്രയാണ് മാക്സിമം അബ്സല്യൂട്ട് മാക്സിമ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അബ്സല്യൂട്ട്. അതേപോലെ അബ്സല്യൂട്ട് മിനിമ ആണെങ്കിലോ, അബ്സല്യൂട്ട് മിനിമ ആണെങ്കിൽ അതേപോലെ ലെഫ്റ്റ് എൻഡ് പോയിന്റ് ആവാം, റൈറ്റ് എൻഡ് പോയിന്റ് ആവാം, യു ഷേപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വി ഷേപ്പിൽ നിൽക്കുന്ന ഭാഗത്തോ എവിടെയെങ്കിലും ആയിരിക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ യു ഷേപ്പിൽ അല്ലെങ്കിൽ വി ഷേപ്പ് വേണമെങ്കിലും പറയാം, ആ ഷേപ്പിൽ നിൽക്കുന്ന ഭാഗത്താണ് അബ്സല്യൂട്ട് മിനിമം ഉണ്ടാവുക. ഇനി അടുത്തത് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ. അബ്സല്യൂട്ട് മാക്സിമയും അബ്സല്യൂട്ട് മിനിമയും കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ. എന്താണ് ലോക്കൽ മാക്സിമ? ലോക്കൽ മാക്സിമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ഭാഗത്ത് ഈ ഫംഗ്ഷൻ ലോക്കൽ മാക്സിമം ഉണ്ട്. ലോക്കൽ എന്ന് പറഞ്ഞാല് ആ ലൊക്കാലിറ്റിയിൽ, ഒരു ലൊക്കാലിറ്റിയിലുള്ള മാക്സിമ. ഇപ്പോ ഇതിലെ വലിയ ഇവിടുത്തെ പ്രധാനമന്ത്രി ഈ പോയിന്റ് ആണ്. പ്രധാനമന്ത്രി അവിടെ ഓരോ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇതൊക്കെ, ഈ പോയിന്റ്സ് ഒക്കെ. അഥവാ ആ പ്രദേശത്തെ വലിയ ആള്, ആ പ്രദേശത്തെ വലിയ ആളാണ് ഇയാൾ. കണ്ടോ, ഈ ആ പ്രദേശം ഏറ്റവും ചെറിയ ആള്. ആ ഒരു ചെറിയൊരു പ്രദേശം, ഈ ഒരു ഭാഗം തിരൂരങ്ങാടി നമുക്ക് എടുക്കാം. ഇത് തിരൂരങ്ങാടിയാണെങ്കിൽ തിരൂരങ്ങാടിയിലെ വലിയ ആള്. ഇയാൾ ആരാ? ഇയാൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തം ഏറ്റവും ഫസ്റ്റ് ആയിട്ട് വരുന്ന നമ്മുടെ രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ ആര് വേണമെങ്കിലും ആവാം. അഥവാ ഒരു ലൊക്കാലിറ്റിയിലുള്ള വലിയ ആളെ നമ്മൾ ലോക്കൽ മാക്സിമ എന്ന് പറയും. ഒരു ലൊക്കാലിറ്റിയിലുള്ള ഏറ്റവും ചെറിയ ആളെ ലോക്കൽ മിനിമ എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇയാൾ കണ്ടോ, ഈ പോയിന്റ് ഈ ഒരു ലൊക്കാലിറ്റിയിലെ മാക്സിമം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് ലോക്കൽ മാക്സിമയാണ്. ഇത് ഈ ഒരു ലൊക്കാലിറ്റിയിലെ മിനിമം അല്ലേ. അങ്ങനെ ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ള ഏറ്റവും ചെറിയ വാല്യൂ ഇയാള്, therefore ദി ലോക്കൽ മിനിമ. ഈ ലൊക്കാലിറ്റിയിലെ ഏറ്റവും ലൊക്കാലിറ്റി കുറച്ചൊക്കെ എടുക്കാട്ടോ, വലിയ ലൊക്കാലിറ്റി എടുക്കരുതേ. ഒരു ചെറിയ പ്രദേശം ഇങ്ങനെ എടുക്കാൻ പാടില്ല, ഇത് സെന്റർ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കാൻ പാടുന്നില്ല, ചെറുതൊന്നും. ദി ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ. അപ്പൊ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ ഒരു പോയിന്റ്, ഈ പോയിന്റ് x0 എന്നുള്ള ഒരു പോയിന്റ്, എഫ് ഹാസ് ലോക്കൽ മാക്സിമ, എഫ് ഹാസ് ലോക്കൽ മാക്സിമ അറ്റ് എക്സ് ഈക്വൽ ടു x0 എന്ന് പറയണമെങ്കിൽ, എഫ് ഹാസ് ലോക്കൽ മാക്സിമ അറ്റ് എക്സ് ഈക്വൽ ടു x0 എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ എഫ് ഓഫ് എക്സ് നോട്ട്
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആവണം ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ കോമ ബി. അഥവാ എ കോമ ബി എന്ന് പറഞ്ഞ ഒരു ഇന്റർവെല്. ഇതാ ഈ ഒരു ഇന്റർവെല് എ കോമ ബി എടുത്താൽ ആ ഇന്റർവെല്ലത്തെ ഏതൊരു എക്സ് എടുത്താലും എഫ് ഓഫ് എക്സ് നോട്ട് ആയിരിക്കും അതിൽ ഏറ്റവും വലുത്. ഇത് എക്സ് എടുത്താൽ അതിന് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ഇവിടെ അല്ല ഉണ്ടാവുക. ഇതാണ് എക്സ് എങ്കിലും കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ഇവിടെ അല്ല ഉണ്ടാവുക. ഒന്ന് വലുതാക്കി വരക്കാം. നോക്കൂ, ഇതാണ് ഈ ഒരു പോയിന്റ് ആണ് എക്സ് നോട്ട് എങ്കിൽ ഈ ഒരു ഇന്റർവെൽ എടുത്താൽ എ കോമ ബി എടുത്താൽ അതിനുള്ളിൽ വേറെ ഏത് എക്സ് എടുത്താലും ആ എക്സ് ഒക്കെ ഈ എഫ് ഓഫ് എക്സ് നോട്ടിനേക്കാൾ ചെറുതല്ലേ? ചെറുതാവണം. അങ്ങനെ ഇവര് പറയുന്നത് എഫ് ഹാസ് ലോക്കൽ മാക്സിമ അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് സെന്റർ ആയി വരുന്ന ഒരു ഇന്റർവെല്ലിൽ എ ബി എടുത്തു. അങ്ങനെ എ ബി എടുത്താൽ ആ എ ബിന്റെ ഉള്ളിലുള്ള വേറെ ഈ ഏത് എക്സ് എടുത്താലും ആ എക്സിന്റെ വാല്യൂ എഫ് ഓഫ് എക്സ് നോട്ടിന്റെ വാല്യൂനേക്കാൾ ചെറുതാവണം. അങ്ങനെയാണെങ്കിൽ എഫിന് നമ്മൾ ലോക്കൽ മാക്സിമ ഉണ്ടെന്ന് പറയാം. അതുപോലെ എഫിന് ലോക്കൽ മിനിമ ഉണ്ടെന്ന് പറയണമെങ്കിൽ എഫ് ഹാസ് ലോക്കൽ മിനിമ എന്ന് പറയണമെങ്കിൽ ഈ ഒരു പോയിന്റിൽ എഫിന് മിനിമം ഉണ്ട്. ഒരു ഇന്റർവെൽ എടുത്തു. ഇങ്ങനെയുള്ള ഒരു എ ബി എന്നുള്ള ഒരു ഇന്റർവെൽ എടുത്തു. ഇത് എക്സ് നോട്ട് ആണെന്ന് വിചാരിക്ക്. എഫ് ഹാസ് ലോക്കൽ മിനിമ അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറയണമെങ്കിൽ എക്സ് നോട്ട് സെന്റർ ആയിട്ടുള്ള ഒരു നെയ്ബർഹുഡ് ക്രിയേറ്റ് ചെയ്തു. എക്സ് നോട്ട് സെന്റർ ആയിട്ടുള്ള ഒരു ചെറിയ ഇന്റർവെൽ എടുത്തു എ കോമ ബി. ഇനി അതിനുള്ളിലത്തെ ഏത് എക്സ് എടുത്താലും ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ കോമ ബി എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആവണം. അവിടുത്തെ ഏറ്റവും വലിയ വാല്യൂ ആരാവണം? എഫ് ഓഫ് എക്സ് ഏറ്റവും ചെറിയ വാല്യൂ ആരാവണം? എഫ് ഓഫ് എക്സ് നോട്ട് ആവണം. ഏറ്റവും ചെറിയ വാല്യൂ എഫ് ഓഫ് എക്സ് നോട്ട്. കണ്ടോ, ഇവിടുന്ന് എക്സ് എടുത്താലോ ആ എക്സിന്റെ ഇതാണ് എക്സ് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ഇവിടെ ഉണ്ടാവുക. അപ്പൊ എഫ് ഓഫ് എക്സ് നോട്ട് ആണോ അതോ എഫ് ഓഫ് എക്സ് ആണോ? ഇത് എഫ് ഓഫ് എക്സ്, ഇത് എഫ് ഓഫ് എക്സ് നോട്ട്. ആരാണ് ഏറ്റവും ചെറുത്? എഫ് ഓഫ് എക്സ് നോട്ട് അല്ലേ ഏറ്റവും ചെറുത്. ഇവര് തന്നെ പറഞ്ഞു എഫ് ഓഫ് എക്സ് നോട്ട് എന്താവണം? ഏറ്റവും ചെറുതാവണം, ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതാണ് അതിന്റെ അനലിറ്റിക്കൽ മീനിങ്. ജോമെട്രിക്കൽ മീനിങ് എന്ന് പറഞ്ഞാൽ ഉയർന്നു വരുന്ന ഭാഗം ലോക്കൽ മാക്സിമ, താഴ്ന്നു വരുന്ന ഭാഗം ലോക്കൽ മിനിമ. ഓക്കെ, ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാല് ഒരു ഗ്രാഫ് നോക്കൂ. ഇത് എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫാണ്. എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ്. അപ്പൊ അതിന്റെ എഫ് ഡാഷ് എക്സിന്റെ ഈ ഭാഗത്ത് ഇപ്പൊ ഇങ്ങനെ എക്സ് ആക്സും വൈ ആക്സും ഉണ്ട് വിചാരിച്ചിട്ടോ. സോറി, എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു കർവ്. ഓക്കെ, ഇത് എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു കർവാണ്. ഈ എഫ് ഓഫ് എക്സിന്റെ എക്സ് ആക്സും വൈ ആക്സും ആണ് ഞാൻ വരച്ചിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് ആൾവേസ് പോസിറ്റീവ് ആട്ടോ. എഫ് ഓഫ് എക്സ് ആൾവേസ് പോസിറ്റീവ്. എഫ് ഓഫ് എക്സ് എല്ലാ സമയത്തും ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ. ഒരു വാല്യൂ പോലും നെഗറ്റീവ് സൈഡിക്ക് താഴെ കറങ്ങിയിട്ടില്ല, ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി എഫ് ഡാഷ് എക്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എഫ് ഡാഷ് എക്സിന്റെ സിമ്പിൾ ഇവിടെയൊക്കെ പോസിറ്റീവ് 0 നെഗറ്റീവ് 0 പോസിറ്റീവ് 0 നെഗറ്റീവ്. ഇതാരുടെ സിമ്പിളാ? എഫ് ഓഫ് എക്സിന്റെ ആണോ എഫ് ഡാഷ് എക്സിന്റെ ആണോ? എഫ് ഓഫ് എക്സ് എല്ലാ സമയത്തും പോസിറ്റീവ് ആണല്ലോ. ഇത് എഫ് ഡാഷ് എക്സിന്റെ സിമ്പിളാണ്. ഈ ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഫംഗ്ഷന് കണ്ടോ, ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈ ഭാഗത്ത് പോസിറ്റീവ് ആണ്, പക്ഷെ എഫ് ഡാഷ് എക്സും പോസിറ്റീവ് ആണ്. എഫ് ഓഫ് എക്സ് ഈ ഭാഗത്ത് പോസിറ്റീവ് ആണ്, കാരണം മുകൾ ഭാഗത്താണ്, പക്ഷെ എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇതല്ലേ ലോക്കൽ മാക്സിമ ആണ് എന്ന് പറയണമെങ്കിൽ എന്താവണം എന്നറിയോ? എഫ് ഡാഷ് എക്സ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് മാറുകയാണെങ്കിൽ എഫ് ഡാഷ് എക്സിന്റെ സിമ്പല് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് മാറുന്ന ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ലോക്കൽ മാക്സിമ. അതേപോലെ എഫ് ഡാഷ് എക്സ് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് മാറുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ലോക്കൽ മിനിമ. ശരിയല്ലേ? ഇതാ നെഗറ്റീവ് നിന്ന് പോസിറ്റീവ് മാറുന്ന ഈ പോയിന്റ് നോക്കൂ, ഈ പോയിന്റ് ലോക്കൽ മിനിമയാണ്, ഈ പോയിന്റ് ലോക്കൽ മിനിമ. അങ്ങനെ വേണമെങ്കിലും ലോക്കൽ മാക്സിമയും ലോക്കൽ മിനിമയും നമുക്ക് ഡിഫൈൻ ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റ് എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷന്റെ
എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് ഇൻക്രീസിങ് ആണെന്ന് പറയും. എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 മാത്രമാണെങ്കിൽ എഫ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് പറയും. എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് ഈസ് ഡിക്രീസിങ് എന്ന് പറയും. എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ എഫ് ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് എന്ന് പറയും. ഇങ്ങനെയൊക്കെയാണ് എഫ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് പറയേണ്ടത്. ഓക്കെ. ഇനി മാത്രമല്ല പോസിറ്റീവ് നിന്ന് നെഗറ്റീവ്ക്ക് മാറുകയാണെങ്കിൽ അവിടെ ലോക്കൽ മാക്സിമം ഉണ്ട്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറുകയാണെങ്കിൽ അവിടെ ലോക്കൽ മിനിമം ഉണ്ട്. ഇത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിലും മുമ്പത്തെ ക്ലാസ്സിലായിട്ട് പഠിച്ചത്. നെക്സ്റ്റ് വൺ ക്രിട്ടിക്കൽ പോയിന്റ്. ക്രിട്ടിക്കൽ പോയിന്റ് എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2x. ഈ ഫംഗ്ഷന്റെ ക്രിട്ടിക്കൽ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് മനസ്സിലാക്കുക. ഇങ്ങനെയാണ് പറയേണ്ടത്. എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ് എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ. എഫ് ഡിഫറൻഷ്യബിൾ അല്ലെങ്കിൽ എഫ് ഡിഫറൻഷ്യബിൾ ആവാത്ത പോയിന്റ്സ്, 2 പോയിന്റ്സ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആയിട്ട് വരിക. ഒന്ന് എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ്, ഒന്ന് എഫ് ഡിഫറൻഷ്യബിൾ ആവാത്ത പോയിന്റ്. നോക്കൂ, ഫംഗ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് 2x ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് കാണാൻ ചോദിച്ചാൽ എഫ് ഡാഷ് എക്സ് കാണാൻ പറ്റുമോ? എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 2. എന്താ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 2x മൈനസ് 2 ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 1. Therefore ഇതിന് ആകെ ഒറ്റ ക്രിട്ടിക്കൽ പോയിന്റേ ഉള്ളൂ, എക്സ് ഈക്വൽ ടു 1. കാരണം ഇത് എല്ലാ ഭാഗത്തും ഡിഫറൻഷ്യബിൾ ആണ്. അപ്പൊ ഡിഫറൻഷ്യബിൾ ആവാത്ത പോയിന്റ് കിട്ടൂല. നേരെ മറിച്ച് ഈ ഫംഗ്ഷൻ നോക്കൂ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 2. ഈ ഒരു ഫംഗ്ഷൻ മോഡ് എക്സ് മൈനസ് 2 പ്ലസ് 1 എന്നുള്ള ഒരു ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഗ്രാഫ് നിങ്ങൾ വരച്ചു നോക്കിയാൽ മതി. ആ ഫംഗ്ഷൻ ഇങ്ങനെയാണ് ആ ഗ്രാഫ് ഉണ്ടാവുക. ഈ ഗ്രാഫ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഗ്രാഫ് 2 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല, കാരണം ഷാർപ്പ് കോർണർ അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ ഫംഗ്ഷന്റെ ക്രിട്ടിക്കൽ പോയിന്റ് എന്നാൽ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവാത്ത ഈ പോയിന്റ് ആയിട്ടുള്ള 2 ആണ് ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത്ര ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഇതാ ഉദ്ദേശിക്കുന്നതല്ല, എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റോ അല്ലെങ്കിൽ എഫ് ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റ്സോ ഒക്കെ കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ ഇങ്ങനെ വന്നാൽ ക്രിട്ടിക്കൽ പോയിന്റ് ആവും, ഇങ്ങനെ വന്നാൽ ഈ ഒരു പോയിന്റിന്റെ താഴത്തുള്ള ഈ പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റ് ആവും, ഇങ്ങനെ വന്നാൽ ക്രിട്ടിക്കൽ പോയിന്റ് ആവും, ഇങ്ങനെ വന്നാൽ ക്രിട്ടിക്കൽ പോയിന്റ് ആവും അവിടെ. ഓക്കെ.